ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷനാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer, അതിന്റെ റിയാക്ഷനാണ് വന്നിട്ടേ. ഇന്നലെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി സാധനമായിരുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ടീസർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയാണ് തോന്നിയത്. അത് ഞങ്ങൾ പറഞ്ഞതുമാണ്. ഇപ്പോൾ ഇന്നലെ ഇതിന്റെ ഒഫീഷ്യൽ ട്രailerന്റെ അനൗൺസ്മെന്റ് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഇതിനോടുള്ള സമീപനം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. കൊള്ളാട്ടോ, രസമുണ്ട്. കോമഡി പരിപാടിയാണെന്നുള്ള രീതിയിൽ ഒരു രസമുണ്ട്. ഒരു രസകരമായിട്ടുള്ള രീതി തന്നെയാണ് അവർ അനൗൺസ്മെന്റിന്റെ പോസ്റ്റർ തന്നിട്ടുള്ളത്. അതായത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ഒരു, അതായത് ഒരു ഡിറ്റക്റ്റീവ് കമ്പനീന്റെ അവര് എന്തൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു എന്തായാലും പറയാ നോട്ടീസ്. ആ സംഭവത്തിൽ അതിൽ നല്ല ഗംഭീരമായിട്ടാണ് അത് ഇന്നലെ ചെയ്തു വെച്ചത്. അതിൽ എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലെല്ലാം അതിപ്പോ അതിൽ അണ്ടർ കവർ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ, കോമഡി രീതിയിൽ ഇവരുടെ പരിപാടി എന്ത് എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സീരിയസ് ആവുന്നില്ല. ഏത് ഒറിജിനൽ എങ്ങനെയാന്നുള്ളതല്ല, ഫുള്ള് കോമഡിയാ. അണ്ടർ കവർ എന്നൊക്കെ പറയുമ്പോൾ മേ ബി ഒരു കവർ പിടിച്ചിട്ടേ അതിന്റെ അണ്ടറിലൊക്കെ ആയിരിക്കും പരിപാടി. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തനി കോമഡി കൂതറ പരിപാടി. ശരിക്കും ശിക്കാരി ശംഭുവും ശിഷ്യനും കൂടി പോയ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഐറ്റം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈബാണെന്നല്ല ആ പോസ്റ്ററിൽ കിട്ടിയത്. തീർച്ചയായിട്ടും. എന്നാലും ഒഫീഷ്യൽ ട്രailer വന്നിട്ട് നമുക്ക് കാണാം. വൈബ് മാറുമോ നോക്കാലോ. ഇപ്പൊ കിട്ടിയേക്കുന്ന വൈബിൽ നിന്ന് ഇനി മാറിപ്പോവാന്ന് അറിയില്ലല്ലോ. എന്തായാലും നോക്കാം. പരിപാടി ടോട്ടലി മാറിയാലോ. യെസ്, ഓക്കെ, കാണാം. ഓക്കെ. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ഫുള്ള് തള്ളിന്റെ ആളാട്ടോ. തള്ളാണ്. Get ready for your first case with us. How to do this? Gautam Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസ് ആയിരുന്നു ഇതൊക്കെ സ്ഥിരം പതിവില്ലേ. ഒരു സൈഡ് ഞാനൊക്കെ, മറ്റേ സൈഡിൽ മരട് സുനി. മാത്രമല്ല, ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയതാ. ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് രണ്ടെണ്ണമായി. ഇനി മർഡർ വല്ലതും വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. ഒന്നും മിണ്ടായിരിക്കോ. You don't spoil the movie for us. Now I don't have a choice. I will find the killer. എപ്പടി? ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. ഇതിപ്പോ കോമഡി മാത്രമൊന്നുമല്ലല്ലോ. ഇതിപ്പോ കോമഡി അല്ലെങ്കിൽ കോമഡി ജോണറിൽ അത് മാത്രം പോണെന്ന് വിചാരിച്ചിരുന്നപ്പോ അതിന്റെ അട്ടേ കൂടി സീരിയസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. എല്ലാം ഏതാണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നു. ഇതിന്റെ ടൈറ്റിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണല്ലോ. അപ്പൊ ആ ലേഡീസ് പേഴ്സിന് ഒരു പ്രത്യേക ഒരു സ്ഥാനം ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഷെർലോക്ക് ഹോംസിന്റെ കഥകൾ ആദ്യം എപ്പോഴും ചെറിയതിൽ നിന്ന് തുടങ്ങും, വലിയ കാര്യങ്ങളിലേക്ക് എത്താം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, അതായത് തുപ്പരിവാല സിനിമയിലെ ഒരു പട്ടിയെ കൊല്ലും, എന്നിട്ട് അതിന്റെ ഒരു കാലിക്കേഴ്സ് കിട്ടേ അങ്ങനെ പട്ടിയെ കൊന്നതിന്റെ പേരിലാണ് ഒരു അന്വേഷണം നടന്ന് വലിയ സംഭവങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ പേഴ്സ്, ആ പേഴ്സിലൂടെ അങ്ങനെ വലിയ സംഭവങ്ങളിലേക്ക് എത്തുന്നു അല്ലേ. അതും ആ ഒരു പേഴ്സ് അന്വേഷിച്ച് തുടങ്ങിയിട്ട് മാൻ മിസ്സിങ്, അതെ, കൊലപാതകം, ആ കൊന്നിട്ടാന്ന് ഒന്ന് പൊക്കിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ആ കാണിക്കുന്നത് തോന്നുന്നു, ആ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചെടുക്കുന്നത്. അപ്പം ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും വലുതിൽ പോയിട്ട് പെട്ടുപോകുന്ന അവസ്ഥ തന്നെയായിരിക്കും. രണ്ടുപേരും കുടുങ്ങുന്നത് തന്നെയായിരിക്കും ഒരു ചെറിയ കേസ് അന്വേഷിച്ച് പോയിട്ട്. അതാണ് പോലീസുകാരും മറ്റു സംഭവങ്ങളൊക്കെ വന്ന് കാണുന്ന സാധനങ്ങളൊക്കെ. ആളിതിന് മുമ്പ് പോലീസുകാരനായിരുന്നു എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അതെ, പിന്നെ ഉഡായിപ്പായിരുന്നു എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഏത് ക്യാരക്ടർ തള്ളുണ്ട്, തള്ളുന്നത് ശരിക്കും തള്ളല് മാത്രമല്ല, ശരിക്കും അത് തള്ളുണ്ട് ചെയ്ത്തുണ്ട്. പിന്നെ ചെയ്യുന്നതിന്റെ അപ്പുറം കയറി തള്ളുന്നില്ലേ, ആ ഒരു സ്റ്റൈൽ ആള് പിടിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഈ ഭയങ്കര പൈസയൊക്കെ കിട്ടി ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമല്ല. കാണുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ക്യാരക്ടറിന്റെ പ്രത്യേകത, പിന്നെ സിനിമയുടെ സ്വഭാവം, പിന്നെ എടുത്തു പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ടീസർ. നമുക്ക്
അതായത് ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ പോലെ ഒരു ഗ്ലിംസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലായിരുന്നു. ഒരു ലൊക്കേഷൻ വീഡിയോ അതെ അതത്ര ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഇതിൽ കണ്ടപ്പോൾ ഒരു രക്ഷയില്ല, ഭീകര സാധനം. അതും ചെയ്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത് ടീസറും. അതെ, അങ്ങനത്തെ ഒരു ടീസർ അല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്കത് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയായിരുന്നു. അതിന്റെ ഒക്കെ അപ്പുറമാണ് ഇപ്പൊ വന്നേക്കുന്ന ട്രെയിലർ ഗംഭീരമായിട്ടാണ്. കട്ടിങ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പോകണം. പിന്നെ ഇതിന്റെ BGM ആണെങ്കിലും മറ്റേ ഈ ഷെർലോക്ക് ഹോംസ് സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ എരി പിടിപ്പിച്ചിങ്ങനെ പോവാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു വൈബിലുള്ള സാധനമാണ്. കോമഡി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, അതായത് ഇതിൽ നമ്മുടെ പാച്ചും അത്ഭുത വിളക്കും എന്ന സിനിമയിലെ മുത്തശ്ശി മൂപ്പത്തേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വലിയ പ്രധാനപ്പെട്ട റോളാണ് തോന്നുന്നു. ആളാണ് അന്വേഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ, ആളാണ് കേസ് കൊടുക്കുന്നത്. കേസില്ലാതിരിക്കുമ്പോൾ കിട്ടുന്ന കേസായിരിക്കും. ഓരോ കേസുകളുണ്ട്, ഈ നുറുങ്ങ് കേസുകളാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ സംഭവത്തിലേക്ക് ഇത് എത്തുന്നതും. എന്താണെങ്കിലും മേക്കിങ്ങിൽ നമ്മൾ ഗൗതം മേനോന്റെ സിനിമകളുടെ മേക്കിങ്ങിന്റെ സ്റ്റൈലും ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് ട്രെയിലറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടീസറിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അതെ, എന്താണെങ്കിലും ജനുവരി 23 സിനിമ റിലീസിനെത്തുകയാണ്. പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിന് വേറൊന്നും കൂടിയുണ്ട്. മമ്മൂട്ടി കമ്പനി ഒരു സിനിമ എടുത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഈ സിനിമയിലും ഉണ്ടാവും തന്നെയാണ് കരുതുന്നത് കേട്ടോ. ട്രെയിലറിലുണ്ട്, ടീസറിലില്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. പക്ഷെ ട്രെയിലർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല സിനിമ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതാണ് CI ഡൊമിനിക്. ഇനിഷ്യൽ മാത്രല്ല CI ഡൊമിനിക്. ശരിയാണ് കേട്ടോ. CID. പിന്നെ അത് വന്നപ്പോഴത്തേക്കും ഡിയിലേക്ക് വന്നു. കൊള്ളാം, വൻ ബ്രില്യൻസ് ഒക്കെ ആണല്ലോ കാണിച്ചേക്കുന്നത്. കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. അവസാനമായി എടുത്ത ഫോട്ടോ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയതാ. ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് വല്ലതും വരാനുണ്ടോ? ഒന്നും മിണ്ടായിരിക്കോ. Don't spoil the movie for us. Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വെക്കും.